എത്തിച്ചേർന്നുണ്ട്. എന്താണ് പക്ഷെ അത് കഴിഞ്ഞാല് എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങളൊരു പ്രിയപ്പെട്ട ടാപ്പിംഗ് തൊഴിലാളി സുഹൃത്തിനാണ് ജീവൻ നഷ്ടമായത്. ഇത് നിരന്തരമായി രാവിലെ 2-3 മണിക്ക് ഈ സമയത്ത് ഇത്രയും കാലം വറുതിയുടെ കാലമായിരുന്നു ഞങ്ങൾക്ക്. ടാപ്പിംഗ് ഇല്ലാതെ സ്വന്തം കുടുംബത്തിന്റെ പ്രയാസങ്ങൾ അകറ്റാൻ കഴിയാതെ വിശ്രമിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞിപ്പോ ടാപ്പിംഗ് തുടങ്ങുന്ന സമയമാണത്. കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കുടുംബത്തിന്റെ പ്രയാസങ്ങളൊക്കെ അകറ്റാൻ വേണ്ടി ഞങ്ങളൊരു പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറാണ്. ഇന്ന് അദ്ദേഹം പുലർച്ചെ ജോലിക്ക് വേണ്ടി പോകുന്നു. അവിടെ വെച്ചാണ് ഇത്ര ദാരുണമായ സംഭവം ഉണ്ടായത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു സംഭവം നടക്കേണ്ടി വന്നു, അതിന് കാത്തിരിക്കേണ്ടി വന്നു. ഇതിനു മുമ്പ് ഒരു സഹപ്രവർത്തകന്റെ 5ഓളം ആടുകളെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്, ഒരു പട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട്. പട്ടിനെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, ഇവിടെ അധികൃതരോട് പറഞ്ഞു തെളിവ് വേണം. പിന്നെ അധികൃതരോട് പഞ്ചായത്ത് പറയുമ്പോ അവരും തന്നെ ഇത് ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നല്ലാതെ തീരുമാനം എടുക്കാൻ ഇവർ ചോദിക്കുന്നത് നമുക്ക് തെളിവ് കൊടുക്കണം. ഒരു പട്ടിനെ കൊണ്ടുപോയ തെളിവ് കൊടുക്കണം. എന്ത് തെളിവാ? ഞങ്ങൾ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയത് എന്ത് തെളിവാ നമുക്ക് കൊടുക്കാൻ കഴിയാ? പിടിക്കുന്ന തെളിവാണ് ഇത്ര കൂട് വെക്കണമെങ്കിൽ. ഇതൊക്കെ എങ്ങനെ തെളിവ് കൊടുക്കാൻ കഴിയും നമുക്ക്? ആളെ പിടിക്കുമ്പോ തെളിവുണ്ട്. ഈ സ്പോട്ടിൽ വെച്ച് ഞങ്ങളോട് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു തരാന്ന് പറഞ്ഞ അധികാരികൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടുന്ന് ഈ ബോഡി കൊണ്ടുപോകും. അതിനുശേഷം ഈ ബോർഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ യാതൊരുവിധ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ അകറ്റാനോ ആ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ അകറ്റാനോ അധികാരി വർഗ്ഗങ്ങൾ ആരും തിരിഞ്ഞു നോക്കാറില്ല. ഞങ്ങൾക്ക് അനുഭവം കൊണ്ട് പറയാം. ഞങ്ങൾ പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകൻ മമ്പാട് രാജൻ എന്നൊരു സഹപ്രവർത്തകൻ ജോലിക്ക് പോകുന്ന സമയത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടു. ആ ജീവൻ നഷ്ടപ്പെട്ട സമയത്ത് 5 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം കൊടുത്തത്. 5ഉം 10ഉം കിട്ടിയ ഒരു കുടുംബത്തിന്റെ പ്രയാസം തീരോ? ബാക്കി 5 ഇന്നേ വരെ കൊടുത്തിട്ടില്ല. അതും ഞങ്ങൾ തൊഴിലാളികൾ പ്രതിഷേധം നടത്തിയതിന്റെ ഭാഗമായി ഒരു കാരണവശാലും ഇത്തരത്തിൽ ഇത് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. മൃതദേഹം ഇവിടുന്ന് കൊണ്ടുപോകണം എന്താണ് നിങ്ങൾ ഉന്നയിക്കുന്നത്? മൃതദേഹം കൊണ്ടുപോകണം. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഈ പ്രദേശത്തുള്ള ആളുകൾക്ക്, ഞങ്ങൾ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പു തരണം. അങ്ങനെ ഉറപ്പ് തന്നാലല്ലാതെ നിങ്ങൾ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾ ആ കുടുംബത്തിന് 1 കോടിയെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കണം. ആ കുടുംബത്തിന് സ്ഥിരമായ ഒരു ജോലി കൊടുക്കണം. 2 കുഞ്ഞുമക്കളടങ്ങുന്ന 3 കുഞ്ഞുമക്കളടങ്ങുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ഈ ഗഫൂർ എന്ന സഹപ്രവർത്തകൻ. അദ്ദേഹം ഒരു കട നടത്തുന്ന സമയത്ത് ആ കട ഒഴിവാക്കി താൽക്കാലികമായി ഒരു തോട്ടം വാടകയ്ക്കെടുത്ത് ആ തോട്ടത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്നതാ. ആ സുഹൃത്തിന് അറിയില്ല ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ കുറിച്ച്. അപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടാവേണ്ടി വന്നു. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവേണ്ടി വന്നു. ഇത്തരം വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിലെത്താൻ ഇനിയും ഒരു സഹപ്രവർത്തകനെയോ കന്നുകാലികളെയോ കൊലക്കൊടുക്കാൻ ഈ നാട്ടുകാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചതിൽ മൂന്നാമത്തെ കാര്യം, ഈ കടുവയെ പിടികൂടാൻ മയക്കുവെടി വെക്കാൻ അരുൺ സെക്രട്ടറിയുള്ള സംഘം വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഡിഎഫ്ഒ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ സ്വീകാര്യമാണോ? ഒരിക്കലും സ്വീകാര്യമല്ല. കാരണം ഇത്രയും 3 വർഷത്തോളമായി പരാതി കൊടുത്ത് ഈ പ്രദേശവാസികൾ ഇതിന് കൃത്യമായിട്ടും കാര്യമായിട്ടും ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ട് ഇവിടെ ജീവിക്കുന്നത്. ഇന്ന് ഈ സമയം വരെ ഞങ്ങളൊരു സഹപ്രവർത്തകന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ കാത്തു നിൽക്കേണ്ടി വന്നു. ഒരിക്കലും ഇതൊന്നും അംഗീകരിക്കാൻ കഴിയൂല. മയക്കുവെടി വെച്ചാൽ അതിനെ കടുവനെ മയക്കുവെടി വെച്ച് അതിനെ കൊല്ലണം. 2 വർഷത്തോളമായി ഇവിടുന്ന് മൃഗങ്ങളെ കൊണ്ടുപോയി തുടങ്ങിയിട്ട് ഇവിടെ ഈ മലയിൽ നിന്ന് പിടിച്ചു അപ്പുറത്തെ മലയെ കൊണ്ടേ വിടും. എന്നിട്ട് എന്താ അത് വീണ്ടും ഈ മൃഗത്തിനെ കൊല്ലുന്ന പട്ടികള്, തെരുവ് പട്ടികൾ 100ഓളം പട്ടികൾ ഈ പ്രദേശത്തൊക്കെ ഉണ്ട്. അതിനെ പോലും ഒന്നും ചെയ്യാൻ സർക്കാർ തയ്യാറാകണില്ല. ജനങ്ങൾക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ നിരന്തരം ഭീഷണിയാണ് ഈ പട്ടികളെ കൊണ്ട്. അതിനൊരു ചെറുവിരൽ ഇവരനക്കണില്ല. നിരന്തരം ജനപ്രതിനിധികളായ ഞങ്ങളൊക്കെ ഇതിനു വേണ്ടി ശബ്ദമുയർത്തുന്നതാണ്. തെരുവുപട്ടികൾക്ക് ഇതൊക്കെ ജനങ്ങൾക്ക് ഭീഷണിയാണ്. മൃഗസേനികൾ ഒരു ഭാഗത്തുണ്ട് എന്നിരിക്കെ പക്ഷെ ഇത്തരത്തിലുള്ള ഈ ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട് പറയാനുള്ളത്, ടാപ്പിംഗ് തൊഴിലാളികളെ സംബന്ധിച്ച് അവര് ആരോരും കൂട്ടിനില്ലാതെ കാടും മേടും മലകളും താണ്ടി ഒരു നുറുങ്ങുവട്ടത്തിന്റെ വെളിച്ചത്തിൽ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ അകറ്റാൻ പോകുന്നവരാ. 2-3 മണിക്കാണ് അവർ ജോലിക്ക് പോകുന്നത്. അങ്ങനെ ആ സമയത്ത് ജോലിക്ക് പോകുന്നത് എന്തിനാ? 3 മണിക്കാണ് ഇതിലെ ബൈക്ക് വരുന്നത്. എന്റെ വീട് തന്നെ 3 മണിക്കാണ് ഇതിലെ ബൈക്ക് പോകുന്നത്. അല്ലാതെ യൂസഫ് അലി ആകാൻ വേണ്ടി മല കയറുന്ന ആൾക്കാരല്ല. യൂസഫ് അലി ആകാൻ അംബാനി ആകാനൊന്നും വരുന്ന ആൾക്കാരല്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ അത്രേ കിട്ടുന്നുള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ ഇതിന്റെ മുകളിൽ കയറി പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പോലും ഭീഷണിയാണ്. കാരണം ഇതൊക്കെ ഇതൊന്നും മലയല്ല, ഇതും മല ഫോറസ്റ്റ് ഒന്നും അല്ലാതെ ഇതൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കളിച്ചു വളർന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഇതിപ്പോ അവര് 4 ദിവസം മുന്നേ കേട്ടോ ഇവിടെ കേരള സ്റ്റേറ്റ് പാന്താരണ പ്രദേശത്ത് കണ്ടത്. അത് 3 സ്ഥലത്താണ്. ഒരു പ്രാവശ്യം കടുവയെ കണ്ടത് ഈ ഭാഗത്ത്. 1 മാസമല്ല, 1 മാസമായിട്ടുള്ളൂ. കാരണം ഞങ്ങൾക്ക് പറയാനുള്ളത്
ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇവിടെ ഉണ്ടായിരിക്കണം. പരിഹാരം ഉണ്ടായിട്ട് ഇന്ന് ഇവിടെ ഇവിടുന്ന് ഓല് എല്ലാവരും പോയാൽ വാക്ക് മതി. തന്നു പോകും. അവിടുത്തെ പക്ഷെ നാളെ ഇവരെ ആരെയും ഇവിടെ കാണില്ല. അത്രേ ഉള്ളൂ. നമുക്ക് കൂടുമായിട്ട് ഇങ്ങോട്ട് വരേണ്ട പേര് കൂടുമായിട്ട് ഇങ്ങോട്ട് കൂടായിട്ട് ഇങ്ങോട്ട് പേരെന്നെ വേണേ കൂടെന്നെ വേണ്ട. നമ്മുടെ ആ സാധനത്തെ കുടുംബത്തിലെ വെടിവെച്ചാൽ മരണത്തിന് കൊന്ന് ഞങ്ങൾക്ക് പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതുള്ളൂ. കാരണം ഇനി ഇതല്ലെങ്കിൽ വേറൊരാളെ അവസ്ഥ ഇതാണ് വരാൻ പോകുന്നത്. കാരണം ഞങ്ങൾക്ക് ജോലി ജീവിക്കണ്ടേ. ഇവിടെ വലിയ ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങൾ ഉയർത്തുന്നത്. ഇവിടെ ഒരു മയക്കുവെടി വെച്ച് ഇതിനെ പിടികൂടി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുകയല്ല വേണ്ടത്. ഇതിന് ശാശ്വത പരിഹാരം വേണം. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അതേക്കുറിച്ചാണ് ഇത്രയും സമയം അവർ വിശദമായിട്ട് തന്നെ ആശങ്കയായി പങ്കുവച്ചത്. വലിയ ആശങ്ക ഉയരുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സബ് കളക്ടറും അതേപോലെ തന്നെ MLAയും TFOയും DYSP അടങ്ങുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. അവർ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാം എന്ന കാര്യത്തിൽ ഇപ്പോൾ ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. മൃതദേഹവുമായി ആംബുലൻസിനെ പോകാൻ അനുവദിച്ചിട്ടില്ല. സ്ഥലത്ത് പ്രതിഷേധം ഉയരുകയാണ്. ഒപ്പം തന്നെ സമവായ ചർച്ചകളും പുരോഗമിക്കുന്നു. അപർണ, ഏതായാലും അനുമോദ, ഈ ജനങ്ങൾ പറയുന്നത് പോലെ തന്നെ ഇതിനകത്തൊരു ശാശ്വത പരിഹാരം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ആണുള്ളത്. അല്ലെങ്കിൽ ഒരു ജീവൻ പൊലിയുമ്പോൾ നടക്കുന്ന നടപടികളല്ല വേണ്ടതെന്ന് പറയുന്നു. കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഇടപെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ചർച്ചകളൊക്കെ നടക്കേണ്ട ഒരു സാഹചര്യം, അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് അവിടെ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായും അപർണ, ഇവിടെ എല്ലാ പാർട്ടികളും പ്രത്യേകിച്ച് CPM-ന്റെയും അതുപോലെ തന്നെ മറ്റു നേതൃത്വത്തിന്റെയും ഒക്കെ നേതാക്കളൊക്കെ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. ഇത് ജനങ്ങളുടെ ഒരു വിഷയമാണ്. കാരണം ഈ നാട് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ഉറപ്പ് അവർക്ക് നൽകാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണഗതിയിൽ നൽകുന്ന ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ചർച്ച നടത്തി താൽക്കാലികമായിട്ട് നൽകുന്ന ഉറപ്പുകളല്ല. ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. അതിനിപ്പോൾ ഒരു മനുഷ്യജീവനോട് പൊലിഞ്ഞു കഴിഞ്ഞു. ഒരു അയാൾ ശരിക്കും രക്തസാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ആ ജീവന്റെ വില അത് ഇനി അത്തരത്തിലൊരു സംഭവം ആവർത്തിക്കരുത് എന്ന കാര്യമാണ് ഇവരുടെ പ്രദേശവാസികൾക്കെല്ലാം ഉന്നയിക്കാനുള്ളത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം വലിയ ഒരു പ്രതിഷേധം. അതിനെ ശമിപ്പിക്കുവാൻ, അതിൽ പരിഹാരമുണ്ടാക്കുവാൻ ഭരണ നേതൃത്വത്തിലുള്ളവരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരെല്ലാം ഒന്നായി ഇവിടെ കൂടിയാലോചന നടത്തുന്നുണ്ട്. എന്നാണെങ്കിൽ എന്തായിരിക്കും ഇതിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു മറുപടി എന്നുള്ളതാണ് അറിയേണ്ടത്. അത് ജനങ്ങൾക്ക് സ്വീകാര്യമാകുമോ? പ്രത്യേകിച്ച് നേരത്തെ തന്നെ കണ്ടതാണ് നമ്മൾ മൃതദേഹവുമായി വന്ന ആംബുലൻസിന് മുൻപിൽ നിന്ന് ജനങ്ങളുടെ പ്രതിഷേധം. അതിന് മുൻപ് DFO എത്തിയപ്പോൾ അവിടെ ജനങ്ങൾ നടത്തിയ പ്രതിഷേധം ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. വൈകാരികമായിട്ടാണ് ഈ പ്രദേശവാസികൾക്ക് ഇതിന് സമീപിക്കാൻ കഴിയുന്നത്. കാരണം അവരിൽ ഒരാളാണ് ഇന്ന് പുലർച്ചെ കടുവയുടെ ആക്രമണത്തിൽ ഇല്ലാതെയായത്. നാളെ ഇതേ തൊഴിൽ ചെയ്യുന്നവർക്ക് എന്ത് ധൈര്യത്തിലാണ് ഇവിടേക്ക് ഇറങ്ങാൻ കഴിയുക എന്ന ചോദ്യമാണ് ഇവർ ഉയരുന്നത്. ഈ പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിന് പരിഹാരമുണ്ടാക്കണമെങ്കിൽ ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനി ഇതിൽ ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കുമെന്നൊരു ഉറപ്പ് തന്നെ വേണം എന്ന് ഇവർ ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അധികൃതർ എഴുതി നൽകണം എന്ന ഒരു വലിയ ആവശ്യം മുന്നോട്ട് ഇന്നിപ്പോൾ DFO നമുക്ക് കാണാം. ധനിത്തിലാൽ DFO അദ്ദേഹമാണ് ഇക്കാര്യങ്ങൾ ഒരു തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ശേഷമേ ഈ കാര്യങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന ഉറച്ച നിലപാടിലാണ് ഇവിടെ സബ് കളക്ടർ അടക്കമുള്ളവർ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ DFO എഗ്രിമെന്റ് അദ്ദേഹത്തിന് ജനങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ അവർക്ക് നൽകാനുള്ള ഉറപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് DFO. നമുക്കവിടെ ദൃശ്യങ്ങൾ കാണാം. ക്യാമറ ഉയർത്തിയ അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ വലിയ ഈ ജനരോഷം ശമിപ്പിക്കാനുള്ള എല്ലാ നടപടികളും ഉദ്യോഗസ്ഥ തലത്തിൽ. 5000 കുട്ടികൾ പഠിക്കുന്ന സ്കൂള് 1 കിലോമീറ്റർ റേഡിയസിലുണ്ട്. ഇവിടെ 5000 കുട്ടികൾ പഠിക്കുന്നത്. ഇതിന്റെ തീവ്രത ഇപ്പം നിങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായും വളരെ വൈകാരികമായിട്ട് തന്നെ ഈ ജനങ്ങൾ ഇടപെടുന്നതിന്റെ കാരണവും അവർക്ക് അത്രമാത്രം ഭീഷണിയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളതാണ്. പെരിന്തൽമണ്ണ സബ് കളക്ടറും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ നമുക്കത് കാണാം. സബ് കളക്ടറുമായിട്ട് പ്രതിഷേധക്കാർ സംസാരിക്കുന്നതിന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. പെരിന്തൽമണ്ണ സബ് കളക്ടർ നേരത്തെയും അവർ മുൻപും സമാനമായ പ്രശ്നങ്ങളിൽ ഇടപെട്ടതിന്റെ സാഹചര്യങ്ങൾ അവർ കണ്ടതാണ്. മുൻപ് നിലമ്പൂരിൽ ഇതുപോലെ തന്നെ ആന ചവിട്ടിക്കൊന്ന സമയത്തും സബ് കളക്ടർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ട് വേണം ചർച്ച ചെയ്താണ് പരിഹരിച്ചിരുന്നത്. അപ്പോൾ ഭരണ രംഗത്തുള്ളവർ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരെല്ലാം തന്നെ ഈ ഒരു പ്രശ്നത്തിൽ സജീവമായിട്ട് ഇടപെടുന്നു. അതിന് ഒരു മനുഷ്യജീവൻ ഇവിടെ പൊലിയേണ്ടി വന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യമാണ്. എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ പുരോഗമിക്കുകയാണ്. അപർണ,
അതോടൊപ്പം തന്നെ അനുമോദ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇവിടെ എത്താനുള്ള ബുദ്ധിമുട്ട് വനപാലകരെ സംബന്ധിച്ചിടത്തോളം പോലീസിനും നാട്ടുകാർക്കുമൊക്കെ ഇത്രയും ദൂരം നടന്നൊക്കെ എത്തേണ്ടതായ ഒരു സാഹചര്യമൊക്കെ വന്നു. അപ്പൊ ഗതാഗത സൗകര്യങ്ങൾ അടക്കമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇതിലേക്കുള്ള തുടർ നടപടികളിലേക്കും ഇതൊക്കെ തന്നെ ഒരു വലിയ വെല്ലുവിളിയായി മാറുമോ? അവരുടെ ഈ ഒരു മേഖല നമുക്കറിയാം, നിലമ്പൂർ മലനിരകളോട് ചേർന്നിട്ടുള്ള സൈലന്റ് വാലി നിത്യഹരിത വനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, അതായത് ആ സൈലന്റ് വാലിയുടെ മറുവശത്തുള്ള മലനിരകളാണ് കരുവാരക്കുണ്ട് ഭാഗത്തെ ഉള്ളത്. അതിന്റെ ഒരു പാർശ്വ മേഖലയാണ് ഇപ്പോൾ ഈ പറയുന്ന അടക്ക കുണ്ട് അടക്കമുള്ള കാളികാവ് മേഖലകൾ. ഇവിടെ ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ഏതായാലും ഈ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ആ ധാരണ ഇപ്പോൾ വേണമെങ്കിൽ പറയാം. എല്ലാരും DF അവിടെ ഉണ്ട്. അതല്ലേ നിങ്ങളെല്ലാരും മിണ്ടാതെ നിന്നാലേ ഇത് വായിക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് എന്തെങ്കിലും തിരുത്തണമെങ്കിൽ തിരുത്താം. ഇപ്പൊ നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്ക്. DF എഴുതി തയ്യാറാക്കിയ ആ ഉടമ്പടി വായിക്കുകയാണ്. ഞാൻ നോക്കട്ടെ, വായിച്ചോട്ടെ. എന്താണ് പറഞ്ഞ് എഴുതിയിട്ടുള്ളത് എന്ന് വായിക്കട്ടെ എന്നാണ് MLA AP അനിൽകുമാർ പറയുന്നത്. ജനങ്ങളെ ഈ